റെഡിയാണോ? റെഡിയല്ലേ? ഓക്കെ അല്ലേ? എലപ്പള്ളിക്ക് മുമ്പ് ഞാൻ വെഞ്ഞാറമൂടുണ്ടല്ലോ. കേരളത്തെ പിണറായി വിജയൻ സർക്കാർ ലഹരി മാഫിയക്ക് തീരെഴുതിയതിൻ്റെ തിക്തഫലമാണ് വെഞ്ഞാറമൂട്ടിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളത്. വീട്ടിൽ കിടന്നുറങ്ങുന്നവരെ പോലും തലക്കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ലഹരി ഉപയോഗിക്കാൻ പണം കിട്ടിയില്ലെങ്കിൽ ആരെയും കൊല്ലാൻ മടിക്കാത്ത ഒരു സ്ഥിതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ അതിന് കുഴലൂതുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു MLA മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായപ്പോൾ ആ കേസെടുത്ത ഉദ്യോഗസ്ഥന്മാരിപ്പോൾ കുറ്റവാളികളായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷം പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ബിഷപ്പിനെ എതിരായിട്ട് വലിയ അധിക്ഷേപങ്ങളും വാക്കാലുള്ള ആക്രമണങ്ങളും ഒക്കെ നടന്നത് അന്ന് മുഖ്യമന്ത്രി അടക്കം നേതൃത്വം നൽകിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ വളർന്നു വരുന്ന ലഹരി മാഫിയ, ആ ലഹരി മാഫിയക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കാത്തതിൻ്റെ ഫലമാണ് വെഞ്ഞാറമൂടിലടക്കം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ, കേരളത്തിലെ കുട്ടികളുടെ ഭാവി, ആ ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ, അങ്ങനെ നടപടികൾ എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഇത് ഉറപ്പാക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടുത്തെ എലപ്പുള്ളിയിലെ പ്രശ്നത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അഴിമതിയും വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള വലിയ സാമ്പത്തിക അഴിമതി, അതാണ് ഈ ഡിസ്റ്റിലറി ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തതിന് പിന്നിൽ. ഡൽഹിയിലെ മദ്യനയത്തിലുണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ, മാറ്റം, അതിൻ്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള, അതിൻ്റെ പേരിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ള ഒരാൾ ഉൾപ്പെടെയാണ് ഈ കമ്പനിക്ക് നേതൃത്വം നൽകുന്നത്. കേജ്രിവാളിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണോ കേരളത്തിലെ സർക്കാർ ഈ കമ്പനിക്കിവിടെ ഈ തരത്തിലുള്ള ഒരു മദ്യ നിർമ്മാണശാല തുടങ്ങാനുള്ള അനുവാദം നൽകിയത് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന് സർക്കാർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഒരു വർഷം മുൻപ് ഈ കാര്യത്തിൽ ധാരണയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം, ആ സാമ്പത്തിക സഹായം ഈ ആളുകളിൽ നിന്ന് പറ്റിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാർ പറഞ്ഞ് ഞങ്ങളുടെ നയം തിരുത്തിയതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആർക്ക് വേണ്ടി തിരുത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ട് തെളിവുകൾ, ആ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മദ്യവും രാസലഹരിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒരു സ്ഥിതി, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് എടുക്കുന്നത്. എലപ്പുള്ളിയിലെ ജനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും, ദേശീയ ജനാധിപത്യ സഖ്യമുണ്ടാകും. ഇവിടെ പ്രതിപക്ഷം മാസപ്പടിക്കേസിൽ ഒത്തുതീർപ്പിലെത്തിയതുപോലെ ഈ കാര്യത്തിലും ഒത്തുതീർപ്പിലെത്തും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ എലപ്പുള്ളിയിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാക്കാനും ജനങ്ങളുടെ പിന്തുണ ഈ സമരത്തിന് വേണ്ടി ആർജിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ 5 ദിവസം നീണ്ടുനിന്ന സമരയാത്ര ജില്ലാ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. മറ്റൊരു വിഷയത്തിൽ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു യുവാവ് അറസ്റ്റിലായി. ഏതാണ്ട് 1000 കോടി രൂപ അടുത്ത് കേരളം കണ്ട ഒരു വലിയ തട്ടിപ്പാണെന്ന് പറയുന്നു. എല്ലാ രാഷ്ട്രീയക്കാർക്കും പണം കൊടുത്തുന്നവർക്കുള്ള ആക്ഷേപമൊക്കെ വരുന്നുണ്ട്. അതിൽ BJP പേരൊക്കെ പണമല്ല, അവർ ഇടപെടലൊക്കെ കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇടപെടുമ്പോൾ അവരോടൊപ്പം ഇടപെടുന്ന സമയത്ത് ഒരു
ജാഗ്രത കാണിക്കേണ്ടതല്ലേ? അല്ല, അതാണ് CPM ചെയ്യേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ആർക്കൊക്കെ സംഭാവന കൊടുത്തു, ഏതൊക്കെ പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്നുള്ളതിൽ അന്വേഷണം നടത്തണ്ട എന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP-ക്കാരെ രക്ഷിക്കാനല്ലോ അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുക. ആ ഉത്തരവിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും പണം വാങ്ങിയിട്ടുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. അപ്പോൾ CPM നേതാക്കന്മാരാണ് ഈ തട്ടിപ്പിൽ തട്ടിപ്പുകാരൻ്റെ പങ്കാളിയായിട്ടുള്ളത്. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഭാവന കൊടുത്തവരെക്കുറിച്ച്, സംഭാവന വാങ്ങിയവരെക്കുറിച്ച് അന്വേഷണം നടത്തണ്ട. പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് അന്വേഷണം നടത്തണ്ട എന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആവശ്യപ്പെടുന്നത്, ഞാൻ നേരത്തെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കണം. അത് സംസ്ഥാന സർക്കാർ ചെയ്യാത്തതിൻ്റെ കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണത്തിലും CPM നേതാക്കന്മാരുടെ പങ്കാളിത്തത്തിലും കൊള്ളവിഹിതം പറ്റിയിട്ടുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായതുകൊണ്ടാണ് ആ അന്വേഷണം ആ രീതിയിൽ പോകാത്തത്. AN രാധാകൃഷ്ണൻ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജനങ്ങളിടയിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ആളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. AN രാധാകൃഷ്ണൻ ഒരു സംഭാവനയും വാങ്ങിയതായിട്ട് ഇതുവരെ പോലീസിന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ CPM-ന്റെ രാഷ്ട്രീയ കരട് പ്രമേയവുമായി ബന്ധപ്പെട്ടൊരു സംവാദം നടക്കുന്നുണ്ട്. BJP-യുടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ കരട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു സീറ്റുള്ള പാർട്ടി, ആ പാർട്ടി ഈ രാജ്യത്തുള്ള സർവ്വ പാർട്ടികളെ കുറിച്ചും വിലയിരുത്തൽ നടത്താൻ എന്ത് അധികാരം, എന്ത് അർഹതയുണ്ട് അവർക്ക്? ആ വിലയിരുത്തലിന് എന്ത് പ്രാധാന്യമുണ്ട്? BJP സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്നാ, എന്തു ആയിക്കോട്ടെ. ഇനി ഫാസിസ്റ്റ് സർക്കാരാണെന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ, ഇന്ത്യയിലെ ജനങ്ങൾ മാർക്സിസ്റ്റ് വോട്ട് പറഞ്ഞ് കേട്ടിട്ടാണോ വോട്ട് ചെയ്യാൻ പോകുന്നത്? എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പറഞ്ഞ തരത്തിലുള്ള വിലയിരുത്തൽ. നിങ്ങളൊക്കെ ഇത്രയും വലിയ ചർച്ച നടത്താൻ 542 സീറ്റിൽ ഒരു സീറ്റാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു സീറ്റ്. ആ കിട്ടിയിട്ടുള്ള പാർട്ടി ലോകത്തുള്ള മുഴുവൻ ആളുകളെ കുറിച്ചും വിലയിരുത്തൽ നടത്തുക. അടിസ്ഥാനം എന്താ? ഇവർ വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഇവരുടെ വിലയിരുത്തലിന് ഒരു ഇന്ത്യയിലെ ജനങ്ങൾ 130 കോടി ജനങ്ങൾ അവരെഴുതുന്ന കടലാസിന്റെ വില പോലും അതിന് കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടല്ലേ അവർ പറയുന്ന വിലയിരുത്തലുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത്.